ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. സ്വതവേ ചെറിയ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ മടി കാണിക്കാറുണ്ടല്ലോ. അവർക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ ഈസിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എന്താണെന്നല്ലേ, ഫ്രഞ്ച് ടോസ്റ്റ്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ബ്രെഡ്, നമുക്ക് എത്ര ബ്രെഡ് വേണോ അത്രയും ബ്രെഡ്, ഒരു 10 ഫ്രഞ്ച് ടോസ്റ്റ് വരെ ചെയ്യാൻ ഒരു മുട്ട മതി. അപ്പോൾ ഒരു മുട്ട വേണം, നമുക്ക് ആവശ്യത്തിന് പാല് വേണം, ബട്ടർ വേണം, ഷുഗർ വേണം, ആൻഡ് അതേപോലെ വാനില എസൻസ്. അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. വാനില എസൻസിന്റെ ആ വാനിലയുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പം ഇഷ്ടമാവും കുട്ടികൾക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഈ ഫ്രഞ്ച് ടോസ്റ്റ് നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാം, കുറച്ച് സ്ലൈമി ആയിട്ട് ഉണ്ടാക്കാം, കുറച്ച് സോഫ്റ്റ് ആയിട്ട്, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അതേപോലെ മധുരം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഇടേണ്ടത്. അപ്പൊ അതിന്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. പാലാണെങ്കിലും ഷുഗർ ആണെങ്കിലും ഒക്കെ എത്ര ഇടണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ബട്ടർ നമുക്ക് പാനിൽ എന്താ പറയുക, ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ബട്ടർ അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിപ്പം 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ്. സോ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ഒരു മിക്സ്ചറിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി ടോസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പാല് ഇതിലേക്ക് ഒഴിക്കാം. എനിക്കിപ്പോൾ ആവശ്യമുള്ള പാലും കാര്യങ്ങളും മാത്രമേ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ഒഴിച്ചത്. ഇനി വേണ്ടത് പഞ്ചസാര ഇടാം. പിന്നെ കുറച്ച് വാനില എസൻസ് ഒഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ, വാനില എസൻസ് ഓപ്ഷണൽ ആണ്, നമുക്കത് ഉണ്ടെങ്കിലേ ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നുമില്ല. വാനില എസൻസ് ഒഴിച്ചു. അടുത്തത് വേണ്ടത് മുട്ട നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഇടാം. ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാവർക്കും കുറച്ച് സോഫ്റ്റായി, കുറച്ച് സ്ലൈമി ആയിട്ടാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചധികം പാലെടുക്കുന്നുണ്ട്. അതല്ല, കുറച്ച് ഡ്രൈ ആയിട്ട് ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്താൽ മതി. ഇത് നമുക്ക് കുറച്ച് ഡിപ്പ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്യുന്ന കൂടെ കുറച്ചും കൂടെ ഈ ഒരു മിക്സ്ചർ അതിലേക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം പാലെടുത്തിട്ടുള്ളത്. മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ എടുക്കാം. അപ്പം നമ്മളിതാ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിന് യൂസ് ചെയ്തോളൂ കേട്ടോ. ഞാൻ നമ്മുടെ കൽച്ചട്ടിയിൽ, അതായത് ദോശച്ചട്ടിയിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. മേ ബി ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. മേ ബി അല്ല, ഒരുവിധം എനിക്ക് തോന്നുന്നു എന്തായാലും ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാവരും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബ്രെഡ് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബട്ടർ മെൽറ്റായി തുടങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മുടെ ഇത് വെച്ചിട്ട്, എന്താ പറയുക, ചട്ടുകം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നോൺ സ്റ്റിക്ക് ആവുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ 2 ബ്രെഡ് വീതം ഈ ഒരു മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ ആദ്യത്തെ ബ്രെഡിന് എണ്ണാൻ പോവാണ്. അടുത്തതും ഇതായിട്ടു. ഇനി ഞാൻ പറഞ്ഞില്ലേ, നോർമലി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ചിലർക്ക് കുറച്ചും കൂടെ സോഫ്റ്റായി, കുറച്ചും കൂടെ ഒരു വാട്ടർ ആയിട്ടായിരിക്കും ഇഷ്ടം. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് നമുക്കിതാ ഇതിൻ്റെ മേലെ കൂടെ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
ഇത് ഇങ്ങനെ ബ്രെഡിൻ്റെ അടുത്തേക്ക് നമുക്കൊന്നിങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് അധികം ലേറ്റ് ആവാണ്ട് തന്നെ ഒന്ന് മറിച്ചിടാം കേട്ടോ, മറ്റേത് പെട്ടെന്ന് ചിലപ്പോൾ കരിയും. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ഈ പാനിലേക്ക്, ബ്രെഡിൻ്റെ മേലേക്ക് വേണ്ട, പാനിലേക്ക് ഇതാക്കാം. നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബട്ടറും കൂടെ എടുത്ത് പാനിലേക്ക്. ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കാം. ഒരു പീസായിട്ട് വീണ് വെച്ചാൽ നമുക്കിങ്ങനെ ഒന്ന് എല്ലായിടത്തേക്കും ചുറ്റിലും ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഇത് സെറ്റായി വരുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിടാം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കും. ഞാൻ എഗ്ഗിൻ്റെ കണക്ക് പറഞ്ഞല്ലോ, ഒരു 10 ബ്രെഡ് വരെയും ഒരു എഗ്ഗ് മതിയാവുന്ന. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, അതും നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ 2 എഗ്ഗ് എടുക്കാം. കാരണം നമുക്ക് എന്താ പറയുക, എത്രത്തോളം അത് വാട്ടർ ഇട്ട് വേണം, അല്ലെങ്കിൽ എത്രത്തോളം ഒരു കുറച്ചും കൂടെ ഒരു കൺസിസ്റ്റൻസി എത്രത്തോളം നമുക്ക് വേണം എന്നുള്ള അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം. ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അല്ലാണ്ട് അതായത് 2 എണ്ണം എന്തായാലും എടുക്കണം എന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബാക്കി നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കി 2 ബ്രെഡും കൂടെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാ നമ്മൾ കംപ്ലീറ്റ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാവും. മധുരം ഇഷ്ടമല്ല, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് കുറച്ച് മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ വല്ല ഈസി സംഭവങ്ങളും കിട്ടിയ രസമല്ലേ, അല്ലെ? വെറൈറ്റിയാണ് നമ്മൾ സ്വതവേ കഴിക്കുന്ന ദോശ, പുട്ട്, ഇഡ്ഡലി അല്ലാണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യൂ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.